നമസ്തേ. കാളിപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, നമ്മുടെ ഉത്സവം കഴിഞ്ഞ മകരച്ചൊവ്വയ്ക്കായിരുന്നു ഉത്സവം. അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്സവത്തിന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മളുടെ കിട്ടിയ അനുഭവസ്ഥർ എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കേൾക്കും. യൂട്യൂബിൽ ദീപു സാമിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സാമീനെ വിളിച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഒരുപാടാണ്. മെയിനായിട്ട് ഞാനിന്നിവിടെ നിൽക്കാൻ തന്നെ കാരണം ദീപു സാമി തന്നെയാണ്. മരണത്തിൻ്റെ മുന്നിൽ തന്നെയാണ്, ആത്മഹത്യ ചെയ്യാൻ നിന്ന അടുത്തുനിന്നാണ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ആയിട്ട് മെയിനായിട്ട് യൂട്രസിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ആ അസുഖം വരെ ഒരു ഇതുമില്ലാതെ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. അതിലൊരു രൂപ ചിലവില്ല, കടമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് 2 മാസമാകുമ്പോഴേക്കും ഞാൻ നല്ല സുഖമായിട്ടാണ് നടക്കണത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്ക് അനുഭവിക്കേണ്ട ഇത് വന്നിട്ടില്ല. അതുപോലെ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ദീപു സാമിയാണ്. ഞാനിവിടെ വന്നിട്ട് 2-3 മാസമായിട്ടേ ഉള്ളൂ. ആ 3 മാസത്തെ അനുഭവം കൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാത്ത ഒരാളായിരുന്നു. ഒരു 6 മാസമായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ജോലിയുണ്ട്, ജോലിക്ക് പോയിട്ട് 1 വർഷത്തോളമായിരുന്നു. അതൊക്കെ മാറി ഇപ്പം സ്കൂളിൽ സ്ഥിരം പോവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും മക്കളുടെ കാര്യങ്ങളിലൊക്കെ എല്ലാ തരത്തിലും പഠനകാര്യമായാലും എല്ലാം മുന്നിൽ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 6-7 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ വന്നോടത്തോളം കണ്ടത് എല്ലാ അത്ഭുതങ്ങളാണ്. എന്തോ ഒരു ഈശ്വരകൃപയുണ്ട്, ദേവതേൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വാമീൻ്റെ കൂടെ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനും കിട്ടി. എല്ലാ കാര്യത്തിലും ഞാനിപ്പോൾ ഒരു ഫാബ്രിക്കേറ്ററാണ്, അലുമിനിയം ഫാബ്രിക്കേറ്ററാണ് ജോലി ചെയ്യുന്നത്. എനിക്കൊരു 10 മിനിറ്റ് ഒഴിവുണ്ടെങ്കിൽ, ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കരുതിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടന്ന ആളാണ്. കാരണം എൻ്റെ കയ്യിൽ പേപ്പറും ന്യൂസ് പേപ്പറും ഒരു പെന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ ആരാണോ അവരുടെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന ആൾ തന്നെ. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. ആ വരവിലാണ് എനിക്ക് സ്വാമിയുടെ അടുത്ത് നേരത്തെ ഒരു 10 കൊല്ലമായിട്ട് ഫേസ്ബുക്കിൽ ബന്ധമുണ്ടായിരുന്നെങ്കിലും ഞാൻ സ്വാമിയായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ സ്വാമിയുടെ നമ്പർ വാങ്ങി വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. പിന്നെ എന്തോ ഒരു ഭയം കൊണ്ട് എനിക്ക് നമ്പറിൽ വിളിച്ചിട്ട് സ്വാമി അറ്റൻഡ് ചെയ്തു, എനിക്ക് സംസാരിച്ചു. അതിനുശേഷം ഞാനിവിടെ എത്തിപ്പെട്ടു. എനിക്കിവിടെ വന്നത് കണ്ടോളം എല്ലാം അത്ഭുതങ്ങളാണ്. ഇവിടെ വന്ന് ഇവിടെ വരുന്ന തോട്ടത്തിൽ അമ്മേൻ്റെ അടുത്ത് വരുന്ന ആളുകളെല്ലാം ഇവിടെ എല്ലാവർക്കും പറയാനുണ്ടാവും അത്ഭുതങ്ങളുടെ പല കഥകൾ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുള്ളൂ. ഒരു അനാവശ്യ കാര്യത്തിനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾക്കെന്തോ മറ്റുള്ളവരും കൊണ്ട് ഉപദ്രവമോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ദൈവത്തിനും സ്വാമി സഹായിക്കുമെന്നാണ് എൻ്റെ അനുഭവം. ഞാൻ മരണപ്പെട്ടു പോകാൻ വേണ്ടി വരെ പലരും എനിക്ക് വേണ്ടി കർമ്മം ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഭാര്യയുടെ അച്ഛനും അമ്മയും വരെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ റിലേഷനിലെ ആൾക്കാർ വരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്ക് സംബന്ധമായിട്ട് എൻ്റെ കൂട്ടുകാരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിലൊരുത്തെ ഇത് തിരിച്ച് നമ്മൾ ഇതിങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ തിരിച്ചടിക്കും. ഈ കർമ്മങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയ സമയത്ത് തിരിച്ചടിക്കുമ്പോൾ എൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്ന്, പിന്നെ ഇത് ചെയ്ത ഒരാൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് ആരൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ദുരിതം അനുഭവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ അമ്പലത്തിലേക്ക് കയറി വരുന്ന സമയത്ത് എനിക്ക് കയറി കഴിഞ്ഞാൽ വെയിറ്റ് ഇപ്പോഴും വലുതൊന്നുമില്ല, 60 കിലോൻ്റെ അടുത്തേ ഞാനുള്ളൂ. ഞാൻ 41 കിലോ ഞാനുണ്ടായിരുന്നുള്ളൂ. കാരണം മെലിഞ്ഞങ്ങ് ഇല്ലാതായി ഇപ്പോൾ എൻ്റെ ശരീരം. കാരണം മാനസിക പ്രശ്നങ്ങളും ഒക്കെ പാടക്കൂടി ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളും പല രീതിയിൽ അനുഭവിച്ചുവന്ന ആളുകളായിരിക്കും. നിങ്ങൾക്കറിയാലോ, അത്രയും കഷ്ടപ്പെട്ട് വന്ന ഞാൻ ഇന്ന് ജീവനോട് ഇരുന്നിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കാൻ കാരണം ദേവതയാണ്, തോട്ടത്തിലെ അമ്മയാണ്, എൻ്റെ സാമിയാണ്. എൻ്റെ മൊബൈലിൽ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സാമി എന്ന് പറഞ്ഞില്ല. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ക്ഷേത്രം ഒന്ന് ഉയരണം, ഒന്ന് ഉയരണം എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് താങ്ക്സ്. ഞാൻ ഇതുവരെ അമ്പലങ്ങളിൽ പോവുകയോ പ്രശ്നം വയ്ക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നേ. എനിക്ക് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. പിന്നെ അമ്മയിലായിരുന്നു വിശ്വാസം. അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി അവസാനിക്കുകയൊക്കെ ചെയ്യുക.
എനിക്ക് എന്നും ഓരോരോ പ്രശ്നമായിരുന്നു. എനിക്കും എൻ്റെ മക്കൾക്കും. ഹസ്ബൻഡ് 12 വർഷമായിട്ട് ഗൾഫിലാണ്. അപ്പോൾ മൂപ്പരിക്കാണേലും നല്ല പണിയാണ്, പക്ഷേ ശമ്പളം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടലില്ല. എന്നാന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ വീട്ടിലും തന്നെ ഓരോരോ പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു മോളുള്ള സമയത്ത് തന്നെ 2 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോഷനായിപ്പോയി. ആ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് വീട്ടിലുള്ള അച്ഛനും അമ്മയും എന്നും ഹോമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ എന്നും അസുഖവും കാര്യവും വന്നപ്പോൾ എൻ്റെ അമ്മ ഇവിടുത്തെ സ്വാമീൻ്റെ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞ എൻ്റെ മോൾക്ക് എന്നും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പം അച്ഛനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾ പോയി നോക്ക്, പറ്റുവാണേൽ നോക്കിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്താണ് ഇതാണ് അച്ഛൻ്റെ മകനാണ് ദിബുസ്വാമി എന്ന് മനസ്സിലായത്. അപ്പോൾ സ്വാമീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ പ്രാവശ്യം സ്വാമീൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കും എൻ്റെ മകൾക്കും ഓരോ ബാധകളാണ് ഇവിടെ നിന്ന് ഇറക്കൽ. 5 പൈസ ഇല്ലാതെ സ്വാമി ഇന്ന് വരെ ഞങ്ങളെ കൊണ്ടടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും സ്വാമീനെ വിളിച്ച് ആ പ്രശ്നം നിമിഷ നേരം കൊണ്ടാണ് മാറിപ്പോകുന്നത്. 2.5 വയസ്സുള്ള മോനെ പെട്ടെന്നൊരു ദിവസം രാവിലെ നോക്കുമ്പോൾ എണീക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സ്വാമീനെ വിളിച്ചിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് പോലും സ്വാമി ഫോണിലൂടെ 5 മിനിറ്റ് കൊണ്ടാണ് എൻ്റെ കുഞ്ഞനെ എണീപ്പിച്ച് നടത്തി തന്നത്. അതേപോലെ തന്നെ മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്വാമീനെ വിളിച്ച് ആ പ്രശ്നം മാറിപ്പോകുന്നുണ്ട്. എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ സ്വാമീൻ്റെ അടുത്ത് എത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലമായതും കുറ്റി അടിച്ചതും എല്ലാം. അമ്മേനെ അനുഭവങ്ങളിലൂടെയും അല്ലാതെയൊക്കെ അമ്മേനെ നേരിട്ട് സ്വപ്നത്തിലൂടെയൊക്കെ കണ്ട് നല്ല ഇതാണ്. അമ്മേനോട് അത്ര അടുപ്പമുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കാര്യം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇതുവരെ അമ്മ നടത്തി തന്നിട്ടുണ്ട്. പിന്നെ മോക്കും എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. അതൊക്കെ സ്വാമീൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വാമി അത് നിമിഷ നേരം കൊണ്ട് ഞങ്ങൾക്കത് ഒഴിവാക്കി തരുന്നുണ്ട്. അസുഖമായാലും പഠിക്കുന്ന കാര്യത്തിനായാലും ഒക്കെ. പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയായിട്ട് പഠിക്കാൻ കഴിയുന്നില്ല. ഓരോരോ പ്രശ്നങ്ങളാണ്. അതൊക്കെ കുട്ടീൻ്റെ അച്ഛമ്മയാണ് ചെയ്തുണ്ടാക്കുന്നത്. ഞങ്ങൾ 4 ആൾ, മോള്, മോന്, ഹസ്ബൻഡ്, ഞങ്ങൾ തല്ലി മരിച്ചു പോകാനുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ട് സ്വാമിയാണ് ഞങ്ങളെ ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചു തന്നത്. അമ്മേൻ്റെ അടുത്ത് എത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. 12 വർഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് പോലും കിട്ടാത്ത സുഖമാണ് 4 വർഷം കൊണ്ട് സ്വാമീൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ മോൾക്ക് +1 പഠിക്കുകയാണ് മോള്. പിന്നെ സ്വാമീൻ്റെ ധൈര്യം കൊണ്ടും സ്വാമീൻ്റെ കഴിവ് കൊണ്ടുമാണ് മോള് SLCക്ക് CBSEയിൽ സ്റ്റേറ്റ് ലെവലിൽ 2ാം റാങ്കോട് കൂടി പാസ്സായത്. മോളുടെ ആഗ്രഹമാണ് ഡോക്ടർ ആവുകയെന്ന്. സ്വാമിയാണ് ഞങ്ങൾക്ക് ഉള്ള ധൈര്യവും. ഞങ്ങളെ മോളെ കൂടെ നിന്ന് എന്ത് പ്രശ്നം വന്നാലും സ്വാമി കൂടെ നിന്നിട്ടാണ് അത് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ സ്വാമിയെപ്പറ്റി അറിയുന്നത് ഹസ്ബൻഡ് കൂട്ടുകാരൻ വഴിയാണ്. അപ്പോൾ ആദ്യം എന്നോട് ഇങ്ങനെ ഒരു ആളുണ്ട്, നമ്മളങ്ങ് നമ്മുടെ പ്രശ്നങ്ങളുടെ അങ്ങ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സ്വാമിയെപ്പറ്റി അറിയുന്നത്. അപ്പം രാജേഷേട്ടൻ എന്നോട് സ്വാമിയെപ്പറ്റി പറയുമ്പം ഞാൻ ആദ്യം പറഞ്ഞത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, മുന്നേ ഉള്ള നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ പലയിടത്ത് പോയിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞു അങ്ങനല്ല, ഇത് നമ്മൾ ഇതുവരെ കണ്ട പോലോ അല്ല കേട്ട കണക്കോ ഉള്ള ഒരാളല്ല, നമുക്ക് ഏതായാലും നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഹസ്ബൻഡ് സ്വാമിയെ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് സ്വാമിയെ അറിയാം ഞങ്ങൾക്ക്. 3 വർഷമായിട്ട് സ്വാമിയായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിന് മുമ്പുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടായി. മറ്റേ മുന്നോട്ടെങ്ങനെ ഓരോ ദിവസവും പോകും എന്നുള്ളൊരു ചിന്തയിൽ നടക്കുന്ന സമയത്താണ് സ്വാമിയെ കാണുന്നതും. പിന്നീട് നമ്മുടെ അവസ്ഥ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് വരെ എല്ലാം സ്വാമിയെ വിളിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് ഈ നിൽക്കുന്ന ഈ നിമിഷം വരെ നമുക്ക് നല്ലതല്ലാതെ വേറൊരു സ്വാമിയെ വിളിച്ചാൽ നമുക്ക് എന്തിനും ഒരു പരിഹാരമുണ്ട്. ആ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പം ഒരമ്പലത്തിൽ പോയാൽ പോലും നമ്മൾ ശരിക്കൊന്ന് അവിടെ ഇരിക്കുന്ന ഒരു മൂർത്തിയെ നമുക്ക് തൊഴാൻ പറ്റണമെങ്കിൽ സ്വാമി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എത്ര തിരക്കുള്ള ഒരു അമ്പലമാണെങ്കിൽ പോലും നമുക്ക് നല്ല വ്യക്തമായിട്ട് നല്ല രീതിയിൽ തൊഴുത് ആ ഒരു മൂർത്തിയെ കണ്ടിറങ്ങാൻ വരെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ. ഞങ്ങൾ അത്രയും ദുരിതത്തിൽ നിൽക്കുന്ന സമയത്താണ് സ്വാമി എടുത്തുന്നതും. പിന്നെ ഞങ്ങളുടെ അവസ്ഥ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറുമായിരുന്നു. ഇപ്പോഴും അത്
തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നതും. ഇതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ലീവ് എടുത്തിട്ട് വന്നതാണ് പുറത്ത് ഗൾഫിൽ നിന്ന്. അത്രയും ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പം പോകുന്നത്. ഇവിടുത്തെ ഒരു അനുഭവം അങ്ങനെയാണ്. ഒരു 2 ദിവസം മുന്നേ പോലും നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുവാണ്. 2 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള അറിയത്ത് പോലും ഇല്ലായിരുന്നു. നമുക്ക് അപകടം പറ്റി ആ സ്പോട്ടിൽ നമ്മൾ സ്വാമിയെ വിളിക്കുമായിരുന്നു. സ്വാമി പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല, കാരണം കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ വണ്ടി എന്ന് ഇടിച്ചത്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നിവിടെ പറ്റും എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പോൾ സ്വാമിയാണ് നമുക്ക് ആ ധൈര്യം തന്നതും. പിന്നെ ഇപ്പം ആ പ്രശ്നം സോൾവ് ആയി എല്ലാ രീതിയിലും, അല്ലെങ്കിൽ ഇന്ന് എത്താൻ പറ്റുന്നതല്ല. ഇവിടെ അത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. തടസ്സങ്ങളായിരുന്നു അത്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ ഒരു ഫിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു അസുഖം, അപസ്മാരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അസുഖം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. നമ്മൾ ഒരുപാട് ചികിത്സകളും മറ്റുള്ള പൂജകളും കാര്യങ്ങളും എല്ലാ വിധത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേവരെ ഒരു 10-15 വർഷത്തോളം ചികിത്സിച്ചിട്ട് നമുക്കിതിൻ്റെ ഫലമില്ലാത്തൊരവസ്ഥയാണ്. ഇത് വിവിധ തലങ്ങളിലുള്ള ഓരോരുത്തർ പറയുന്നത് കേട്ട് ഓരോ രീതിയിൽ പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. പൂജകളായിട്ടായാലും ഡോക്ടർമാരായാലും അങ്ങനെ മാറിയൊക്കെ അങ്ങനെ കണ്ട് ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു നമുക്കൊരു ആശ്വാസം കിട്ടാവുന്ന രീതിയിലുള്ളൊരു ഫലം നമുക്ക് ഇതേവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വാമിയെ പറ്റി നമ്മൾ അറിയുന്നതും നമ്മളിവിടെ വരുന്നതും. ഇപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസം ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഉള്ളിൽ തന്നെ ഏകദേശം ഇവിടെ സ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു പൂജ നടന്നപ്പോൾ നമ്മൾ അതിന് പങ്കെടുത്തു. ആ പൂജയ്ക്ക് ശേഷം കുട്ടിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ട്രെമൻഡസ് ചേഞ്ചാണ് ഉണ്ടായത്. ഇത്രയും കാലം കിട്ടാത്ത ഒരു അനുഭവമാണ് നമുക്കതിൽ നിന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അപ്പോൾ സ്വാമി പ്രത്യേകം ചെയ്ത് ഇത് മരുന്ന് കൊണ്ട് മാറാവുന്നൊരു അസുഖം എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു കാര്യമല്ല. അതിന് ആ രീതിയിലുള്ളൊരു പരിഹാരമാണ് ആവശ്യം. അതുകൊണ്ടാണ് നമുക്ക് ആ പരിപാടികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു ഫലം നമുക്ക് കിട്ടിയത്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. പിന്നെ എൻ്റേതായ മറ്റുള്ള കുടുംബ പ്രശ്നങ്ങളിലും അനുഭവിച്ചിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനും സ്വാമിയുടെ നിർദ്ദേശാനുസരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇത്രയും ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് വളരെയധികം എന്താ പറയുക, സന്തോഷിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അറിയാലോ, അനുഭവങ്ങൾ എല്ലാവർക്കും തുറന്നു പറയാം.